ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ വാതോരാതെ സംസാരിച്ചിരുന്നു. വി.ഡി. സതീശനും കെ. സുധാകരനും ഈ വിഷയത്തെ സംബന്ധിച്ച് പല ആരോപണങ്ങളും നടത്തിയിരുന്നു. സുധാകരൻ പ്രഖ്യാപിച്ചു നടന്നത് 25 കോടിയുടെ അഴിമതിയാണെന്നും വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചു നടന്നത് 20 കോടിയുടെ അഴിമതിയാണെന്നുമാണ്. മറ്റാർക്കും ലഭിക്കാത്ത വിവരങ്ങൾ ഇവർക്കെങ്ങനെ കിട്ടി? വെറുതെ ആരോപിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തായാലും ഒരു സംഭവം ഉടലെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് ശേഷവും ഇവിടെ ഒക്കെ തന്നെ ഉണ്ടെന്ന് ജനങ്ങളെ അറിയിക്കേണ്ടേ? എന്നാൽ കോൺഗ്രസ് നേതാക്കൾ എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളിൽ കുടുങ്ങുകയോ എന്തെങ്കിലും സംഭവത്തെ തുടർന്ന് പിടിക്കപ്പെടുകയോ ചെയ്താൽ ശബ്ദമുയർത്തരുത്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവല്ലം സോണൽ ഓഫീസിലെ സീനിയർ ക്ലർക്കായിട്ടുള്ള അനിൽകുമാർ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലൻസ് പിടികൂടിയിരിക്കുകയാണ്. ഇയാൾ ഒരു സീനിയർ ക്ലർക്ക് മാത്രമല്ല, കോൺഗ്രസ് സംഘടനാ നേതാവും കൂടിയാണെന്നുള്ളതാണ് പ്രധാന കാര്യം. കെട്ടിടം ക്രമവൽക്കരിച്ച് നൽകുന്ന നടപടിക്കായി 1000 രൂപ അനിൽകുമാർ ചോദിച്ചു വാങ്ങുകയായിരുന്നു. തിരുവല്ലം സോണൽ ഓഫീസ് പരിധിയിൽ ഉൾപ്പെടുന്ന പുഞ്ചക്കരയിൽ നിർമ്മിച്ച കെട്ടിടം ക്രമവൽക്കരിച്ച് കെട്ടിട നമ്പർ നൽകുന്നതിനായി പരാതിക്കാരൻ തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറിക്ക് അപേക്ഷ സമർപ്പിക്കുകയും തുടർ നടപടികൾക്കായി ഫയൽ തിരുവല്ലം സോണൽ ഓഫീസിൽ അയക്കുകയുമായിരുന്നു. ഫയലിൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ കാലതാമസം വന്നതിനെ തുടർന്ന് തുടർ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടി കൈക്കൂലി ചോദിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് വിജിലൻസ് ഇയാളെ പിടികൂടി. കോൺഗ്രസ് സംഘടനയിലെ പ്രമുഖ പ്രവർത്തകനെയാണ് വിജിലൻസ് പിടികൂടിയത്. ഈ നേരം വരെ കോൺഗ്രസിലെ ഒരു പ്രവർത്തകനും ഇതിനെക്കുറിച്ച് ശബ്ദമുയർത്തിയിട്ടില്ല. ഇന്നലെ വരെ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ശബ്ദമുയർത്തിയവർ എന്തുകൊണ്ട് ഇന്ന് വാ തുറക്കുന്നില്ല? കാരണം ശബ്ദമുയർത്താനുള്ള ഒരു വകുപ്പും അവിടെ കാണുന്നില്ല. എന്നാൽ ഇന്നലെ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾ പലരും തന്നെ രംഗത്തെത്തിയിരുന്നു. തങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്നും കൂടുതൽ അന്വേഷണത്തിനായി ഉത്തരവ് നൽകുകയുമാണ് ഉണ്ടായത്.